എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. രാമായണ കഥാമൃതത്തിലേക്ക് സ്വാഗതം. ടീച്ചർ, നമ്മൾ രാവണൻ എങ്ങനെയാണ് ലങ്കാധിപനായത് എന്നുള്ള കഥ പറഞ്ഞു. രാവണന് വരം കിട്ടി, ഒരു മനുഷ്യന്റെ കൈകൊണ്ട് മാത്രമേ വധിക്കപ്പെടാവൂ എന്നുള്ള വരമാണ് കിട്ടിയത്. വരം കിട്ടിയതോടെ സ്വാഭാവികമായിട്ട് ഒരു അഹങ്കാരം വന്നിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും കൈലാസ ഉദ്ധാരണത്തിലൂടെ ശിവന്റെ ഒരു പിൻബലവും കൂടി കിട്ടി. അഹങ്കാരം കൂടിയപ്പോൾ രാവണൻ മറ്റുള്ളവരെ ഉപദ്രവിച്ചു, ആക്രമിച്ചു ഒക്കെ ചെയ്തു. അപ്പോൾ ഇതിനിടയ്ക്ക് രാവണന് ധാരാളം ശാപവും കിട്ടിയിട്ടുണ്ടാവും. ടീച്ചർ കഴിഞ്ഞ രാവണൻ ലങ്കാധിപനായത് എങ്ങനെയെന്നുള്ള ആ കഥയിൽ പറഞ്ഞിരുന്നു, 19 ശാപമാണ് രാവണന് കിട്ടിയിട്ടുള്ളതെന്ന്. അപ്പം അതിൽ ഏതെങ്കിലും 2-3 ശാപകഥകൾ എന്ന് പറയാമോ? രാവണൻ വരം കിട്ടി, മോള് പറഞ്ഞ പോലെ ഉന്മത്തനായി നടക്കുകയാണ്. അപ്പോൾ പോകുമ്പം ഈ ആരെ കാണുന്നു, അതായത് ഇദ്ദേഹത്തിന് നമുക്ക് ഈ കൊച്ചു പിള്ളേർക്ക് പുതിയ വാഹനം കിട്ടുമ്പോഴത്തെ പോലൊരു ഹരമാണ്, ഒരാവേശം. കുബേരനിൽ നിന്നും ഈ പുഷ്പവിമാനം കിട്ടിയപ്പോൾ അതിനകത്താണെങ്കിൽ അതും പിടിച്ചെടുത്തതാണെന്നുള്ളതാണ് അല്ലേ? അതെ, എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. ഈ നാശം ഇത്രയും വിതയ്ക്കാൻ കാരണവും കുബേരനാ. അദ്ദേഹം ഒന്ന് ഉപദേശിച്ചു പോയി. അദ്ദേഹം ഇത് അസൂയ കൊണ്ടാണെന്ന് വിചാരിച്ചു. നിധീശത്വം, അഷ്ടദിക്പാലകത്വം, കിന്നരശത്വം ഇതെല്ലാം കിട്ടിയ ഒരാൾ ഞാനും അങ്ങനെ ആവരുതെന്ന് വിചാരിച്ചാണോ എന്ന് ഇദ്ദേഹത്തിന്റെ തലയിൽ ഒരു ചിന്ത വന്നു. 3 ലോകവും ഞാൻ കീഴടക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അങ്ങ് ഒരുമ്പിട്ടിറങ്ങുകയാണ്. എന്നിട്ട് ഇദ്ദേഹം ഈ രാജാക്കന്മാരെ ഈ വിമാനം എവിടാണോ ഓരോ രാജ്യത്തിൻ്റെയും അതിർത്തിയിൽ ഇറക്കുക, രാജാവിനോട് യുദ്ധം പ്രഖ്യാപിക്കും, യുദ്ധം ചെയ്യാൻ വരുന്നവരെ മുടിച്ച് നിലംപരിശാക്കും, അല്ലെങ്കിൽ തൊഴുതുകൊണ്ട് അടിയറവ് പറയിക്കും. അങ്ങനെ നടന്നു വന്ന് ഇദ്ദേഹം പിന്നെ ഒരെണ്ണം കഴി അടുത്ത് വീണ്ടും ഇങ്ങനെ ചുറ്റിക്കറങ്ങാം ഭൂമിയിൽ. അങ്ങനെ വരുമ്പം ഒരു ദിവസം ഈ ഹിമവത് വനത്തിലൂടെ പോവുക. അവിടെ ഒരു സുന്ദരിയായ സ്ത്രീ ഈ ജടയും മാന്തോലും ഒക്കെ ധരിച്ച് ഋഷിമാരുടെ മാർഗത്തിൽ തപസ് ചെയ്യുന്നു. ഇത് കണ്ടുകൊണ്ട് രാവണൻ അവിടെ ഇറങ്ങുക, വിമാനം താഴ്ത്തി. എന്നിട്ട് സ്ത്രീയാണല്ലോ, രാവണന് ഒരു നല്ല ദൗർബല്യവുമാണ്. ഇദ്ദേഹം പറയുന്നത് ഈ ജഡയും മാന്തോലും ആണെങ്കിൽ പോലും ചൊവ്വയുള്ള സംസാരമാണ് അദ്ദേഹത്തിൽ നിന്ന് വരുന്നത്. പറഞ്ഞു, ആരാണ്? അപ്സരസാണോ, അതോ പിന്നെ രംഭയോ, തിലോത്തമയോ, ലക്ഷ്മി ദേവിയോ? നിന്നെ കണ്ടാൽ ആർക്കും ഭ്രമം തോന്നും. നീ എന്തിനാണ് ഈ യൗവന ഇതുപോലെ കളയുന്നത്? ഈ മാതിരിയെല്ലാം ചോദിക്കും. നീ ആരുടെ മകളാണ്? അവൻ പറയും, ഞാൻ ബൃഹസ്പതിയുടെ മകൻ കുശധ്വജൻ ബ്രഹ്മർഷിയാണ്, അദ്ദേഹത്തിൻ്റെ മകളാണ് ഞാൻ. അപ്പം ഞാൻ പ്രായമായപ്പം എന്നെ ഒരുപാട് ആൾക്കാർ വന്ന് ചോദിച്ചു. അതിൽ ദേവ, ദാനവ, യക്ഷ ഇവരെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ അച്ഛൻ എന്നെ മഹാവിഷ്ണുവിന് വേണ്ടിയിട്ട് സങ്കല്പിച്ച് വെച്ചിരിക്കുകയാണ്. മഹാവിഷ്ണു ജാമാതാവാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതുകൊണ്ട് വേറൊരു ചിന്തയെ മനസ്സിൽ വന്നില്ല. അതുകൊണ്ട് ഇവർക്ക് ആർക്കും കൊടുത്തില്ല. അവർക്ക് ദേഷ്യം വന്നു. എന്നിട്ട് അതിൽ ശംഭു എന്ന് പറയുന്ന നിശാചരൻ ഇദ്ദേഹത്തിൻ്റെ ഉറക്കത്തിൽ കൊന്നു. ഇത് കണ്ട അമ്മ അദ്ദേഹത്തിൻ്റെ ശരീരം കെട്ടിപ്പിടിച്ച് ഉടന്തടി സതി അനുഷ്ഠിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, എൻ്റെ അച്ഛൻ്റെ വാക്കുകൾ എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം എനിക്ക് സാധ്യമാക്കണം. ഞാനതുകൊണ്ട് ഇവിടെ വന്ന് മഹാവിഷ്ണുവിനെ പതിയായിട്ട് ഞാൻ മനസ്സാ വരിച്ചു കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന് അതിന് വേണ്ടിയിട്ട് സയൂജ്യം അടയാൻ വേണ്ടിയിട്ട് ഞാൻ തപസ് ചെയ്യാം. അപ്പം ഇദ്ദേഹം പറയും, അയ്യോ അത് കൊള്ളാമല്ലോ, മഹാവിഷ്ണു എൻ്റെ ഒരു കയ്യടെ വരയില്ല. ധനം കൊണ്ടും തപശ്ചര്യം കൊണ്ടായാലും വീര്യം കൊണ്ടായാലും ഒന്നും എൻ്റെ അടുത്ത് വരത്തില്ല. ഞാനാണ്. നീ എൻ്റെ ഭാര്യയാകാൻ തക്കവളാണ്. ഈ രീതിയിൽ സംസാരിച്ചു. ടീച്ചർ, ഈ ഒരു താപസവേഷത്തിൽ കണ്ട സ്ത്രീയുടെ പേര് വേദവതി. വേദവതി. അപ്പം ഇദ്ദേഹം എൻ്റെ ഈ മഹാവിഷ്ണുവിനെ കുറിച്ച് ഇതുപോലെ അങ്ങല്ലാതെ വേറെ ആരും പറയത്തില്ല എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് ഇവള് കോപം കൊണ്ട് ഇദ്ദേഹത്തിനോട് മഹാവിഷ്ണുവിനെ എതിർത്തതിനെ കുറിച്ച് ശകാരിച്ചു. പ്രത്യേകിച്ചും ഭർത്താവായി മനസ്സാ വരിച്ചിരിക്കുന്ന ആളാണല്ലേ, അദ്ദേഹത്തെ കുറിച്ച് പ്രപഞ്ച കർത്താവല്ലേ. ഉടനെ ബുദ്ധിമോശം കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് പറഞ്ഞപ്പോൾ എന്ത് ചെയ്ത് ഇദ്ദേഹം തലമുടിക്ക് കയറി കുത്തിപ്പിടിച്ചു. വിമാനത്തിന് താഴെ ഇറങ്ങിയിട്ട് തലമുടിയെ കുത്തിപ്പിടിച്ചു. ഇവളുടെ കൈ ഉടനെ വാളായിട്ട് ഈ മുടി അങ്ങനെ ഛേദിച്ച് കളഞ്ഞു. എന്നിട്ട് ഭയങ്കരമായിട്ട് രോഷം കൊണ്ടു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ തപസ് എനിക്ക് വേണമെങ്കിൽ നിന്നെ ഇപ്പം ശപിച്ച് ഭസ്മമാക്കാം, പക്ഷെ ഞാനത് ചെയ്തില്ല. കാരണം എൻ്റെ തപം വ്യർത്ഥാവായി പോകും, വ്യയം ചെയ്യലാവും. അതുകൊണ്ട് ഞാൻ ചെയ്ത പുണ്യം, ദാനം ഇതൊക്കെ എന്നിലുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കൺമുമ്പിൽ അഗ്നിപ്രവേശം ചെയ്യാൻ പോവാണ്.
പക്ഷേ ഞാൻ അടുത്ത ജന്മത്തിൽ അയോനിജിയായിട്ട് പിറക്കും, അന്ന് ഞാൻ ഇതിന് പകരം ചോദിക്കും എന്ന് പറഞ്ഞിട്ട് അഗ്നി ജ്വലിപ്പിച്ച് ഇവൾ കാരണം നീ സ്പർശിച്ച ശരീരം എനിക്ക് ഇനി വേണ്ട എന്ന് പറഞ്ഞ് അതിനകത്ത് ചാടി ആത്മാഹുതി ചെയ്യും. ഇത് ശകലം വിഷമം ഉണ്ടാക്കി അദ്ദേഹത്തിന് നമുക്ക് തോന്നും. കാരണം ഇത് കുറേ സമയം ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ചിതാഭസ്മം ഒരു പാത്രത്തിലാക്കി ഒരു പെട്ടിയിലാക്കി അദ്ദേഹം കയ്യിൽ വെച്ച് സൂക്ഷിച്ചു. അത് അങ്ങ് വീട്ടിൽ കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ വെച്ചു. പക്ഷേ ചില ദുർനിമിത്തങ്ങളൊക്കെ കണ്ടപ്പോൾ ഈ പുരോഹിതന്മാർ അതിനെക്കുറിച്ച് അന്വേഷിച്ച് ഇതാണെന്ന് മനസ്സിലാക്കി രാജാവിനോട് പറഞ്ഞു ഇവിടെ വെച്ചാൽ ശരിയാവത്തില്ല, കളയാൻ പറഞ്ഞു. എവിടെങ്കിലും അദ്ദേഹം കൊണ്ടുവന്ന് നദിയിലൊഴുക്കി. അതിങ്ങനെ അടിഞ്ഞടിഞ്ഞ് കരപറ്റി ജനക മഹാരാജാവ് ഈ യാഗം ചെയ്തുകൊണ്ടിരുന്ന ആ സ്ഥലത്ത് വന്ന് ഇങ്ങനെ കിടന്നു. ഇപ്പൊ അദ്ദേഹം സീതം എന്ന് പറഞ്ഞ ഉഴവ് ചാലിനെയാണ്. കലപ്പ കൊണ്ട് ഉഴുതു വന്നപ്പോ കലപ്പക്കൊഴുവിന്റെ മണ്ടലിട്ട് പൊങ്ങി വന്നു. നോക്കുമ്പോ അതിനകത്ത് നല്ല കുഞ്ഞിനെ കണ്ടു. അതാണ് സീത. അപ്പൊ നമുക്കറിയാം ഇവിടെ വിധി പോയ പോക്ക്. സീത അതാണ്. ആര് ഭർത്താവായിട്ട് വന്നു? രാമൻ. ടീച്ചർ അപ്പൊ ചിലയിടത്ത് പറയാറുണ്ട് രാവണന്റെ പുത്രിയാണ് സീത. വയലാറിന്റെ രാവണപുത്രി എന്നുള്ള കവിത ഓർമ്മ വരികയാണ്. അപ്പൊ അതിനകത്ത് പറയുന്നത് രാവണന്റെ പുത്രിയാണ് സീത. വേദവതി ശപിച്ചത് മൂലം സീത കാരണം രാവണൻ കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ചില വ്യാഖ്യാനങ്ങളുണ്ടല്ലോ. ഉണ്ട്. ആ കവിതകൾ നമ്മളെല്ലാം ഒരുപാട് കേട്ടിട്ടുള്ളതുമാണ്. എന്നിട്ട് ഇദ്ദേഹം കുറച്ച് വിഷമമൊക്കെ ഉണ്ടായി. വീണ്ടും വിമാനത്തെ കയറി. നല്ല സജ്ജീകരണങ്ങളാണ് ഇതിന്. ഓട്ടോമാറ്റിക് വിമാനമല്ലേ, ഒരു കാരവാൻ പോലെ. എന്ത് വേണേലും ഭക്ഷണം ഉണ്ട്, എവിടെ നിർത്താൻ പോകാം, ഏത് സ്പീഡ് വേണം, എവിടെ ഇങ്ങനെ പറഞ്ഞാൽ എല്ലാം ഹരമാ അദ്ദേഹത്തിന്. അങ്ങനെ ഇങ്ങനെ വീണ്ടും ചുറ്റിയടിച്ച് ഈ കൊന്നും തിന്നും തോൽപ്പിച്ചും അങ്ങനെ പോവാ. ഭൂമിയിൽ ഇങ്ങനെ കറങ്ങുകയാണ്. അങ്ങനെ ഉശീരബീജം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ചെല്ലുക. അവിടെ ചെല്ലുമ്പം ഇദ്ദേഹം വെളിയിൽ നോക്കുന്ന ഉടനെ ഒരു രാജകൊട്ടാരം കാണുന്നു. വെളിയിലെ യാഗം നടക്കുന്നു. നോക്കുമ്പം ദേവന്മാരില്ല, സാക്ഷി അവിടെ നിൽക്കുക. അതായത് നമുക്ക് കണ്ണുകൊണ്ട് കാണാം. സാധാരണ നമ്മൾ ആവാഹിച്ച് വരുമെങ്കിലും കണ്ണുകൊണ്ട് കാണത്തില്ല, ഇത് കണ്ണുകൊണ്ട് കാണാം. അപ്പൊ ഇദ്ദേഹം താഴെ വന്നു. മരുത്തൻ എന്ന് പറയുന്ന രാജാവാണ് യാഗം നടത്തുന്നത്. ബൃഹസ്പതിയുടെ അനിയൻ സംവർത്തൻ എന്ന് പറയുന്ന ഒരു യജ്ഞാചാര്യനാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഇദ്ദേഹം വരുന്ന കണ്ടപ്പോഴേ ദേവന്മാർ ഭയന്നു. ദേവന്മാർ കുറെ മൃഗരൂപങ്ങളിലെടുത്ത് ഓടി. അതിൽ പ്രധാന ദേവന്മാരായ ഇന്ദ്രൻ മയിലിന്റെ വേഷത്തില്, പിന്നെ യമൻ കാക്ക, കുബേരൻ ഓന്ത്, വരുണൻ ഹംസം, ഈ വേഷത്തിൽ ഇവരവിടുന്ന് അപ്രത്യക്ഷരായി. രാവണൻ അവരെ കണ്ടില്ല. മരുത്തൻ അവിടെ അനങ്ങാതിരുന്നു. എന്നിട്ട് വന്നു പറഞ്ഞു, യുദ്ധത്തിന് നീ ഒരുങ്ങ. നീ ആരാ എന്ന് ചോദിച്ചു. പരിഹസിക്കുകയാണോ നീ എന്നെ അറിയാത്തവരാരാ? ഞാൻ കുബേരന്റെ അവിടെ പോയി അദ്ദേഹത്തിന് എന്റെ ജ്യേഷ്ഠൻ കുബേരനെ തോൽപ്പിച്ച് വിമാനവുമായിട്ട് വരികയാണ്. അപ്പൊ നീ ധന്യനാണ്, ഇത്രയും ചെയ്ത ചേട്ടനെ തോൽപ്പിച്ചിട്ട് ചേട്ടന്റെ സ്വത്തും കൊണ്ടുവരുന്ന നീ മിടുക്കന എന്ന് പറഞ്ഞിട്ട് ഞാൻ തയ്യാറായി യുദ്ധത്തിനെന്ന് പറഞ്ഞ് ഇദ്ദേഹം അമ്പം വില്ലു കൊടുക്കും. അപ്പൊ ഈ സമർത്ഥകൻ യജ്ഞാചാര്യന് മനസ്സിലായി ഇയാളെ തോൽപ്പിക്കാൻ ഒക്കത്തില്ല. എന്നിട്ട് പറയും, ഞാൻ നിന്നോട് നല്ല വാക്ക് പറയുകയാണ്, യജ്ഞ ദീക്ഷ എടുത്തു കഴിഞ്ഞാൽ ക്രോധം പാടില്ല. നമ്മളിപ്പോൾ ഇവിടെ ശങ്കരന് വേണ്ടിയിട്ടുള്ള യാഗമാണ് നടക്കുന്നത്, ശിവന് വേണ്ടി. നമ്മളിത് ഇവിടെ മുടക്കിയാൽ നമ്മുടെ കുലം മുടിയും. അതുകൊണ്ട് അവൻ പോട്ടെ, നമുക്കിവിടെ യാഗത്തിന്റെ ബാക്കി ചെയ്യാം, അല്ലെങ്കിൽ പകുതിക്ക് വെച്ച് അത് മുടക്കരുത് എന്ന് പറയും. ഉടനെ തന്നെ ഇദ്ദേഹം അത് അനുസരിച്ചു. എന്നിട്ട് ഈ വില്ലുവമ്പും ഒക്കെ മാറ്റിയിട്ട് ഇയാളുടെ അടുത്തുനിന്ന് പിന്മാറി പോകുന്നു. അപ്പൊ ഈ കൂടെ ഒരുപാട് പേരുണ്ടല്ലോ രാവണന്റെ. അവരിൽ ശുഗൻ എന്ന് പറയുന്ന ആള് രാവണൻ ജയിച്ചേന്ന് പറഞ്ഞ് ഇങ്ങനെ കൊട്ടിഘോഷിച്ചുകൊണ്ട് അവരങ്ങ് പോവുകയും ചെയ്തു. നമ്മൾ ശുഗനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, രാവണന്റെ അനുചരണ. അത് തന്നെ. ആ സമയത്ത് ഈ ഇവരെല്ലാം തിരിച്ചു വരും. എന്നിട്ട് തങ്ങൾ കുടിപോകിയിരുന്ന ആ ജന്തുക്കളും മുന്നേ തന്നെ വരുത്തും. അതായത് മയില്, ഇന്ദ്രൻ മയിലിനോട് പറയും, നീ എന്നെ സഹായിച്ചില്ലേ, അതുകൊണ്ട് ഇന്നു മുതൽ എൻ്റെ 1000 കണ്ണുകൾ, അന്ന് വരെ വെറും ഒറ്റ കളറായിരുന്നു, നിന്റെ പീലികളായിട്ട് നിന്റെ പീലിയിൽ എൻ്റെ 1000 കണ്ണുകൾ വന്നിട്ട് നീ അതിമനോഹരമായി നൃത്തമാടുമ്പം ആളുകളെ നന്നായിട്ട് രസിപ്പിക്കാൻ നിനക്ക് പറ്റും. നിനക്ക് ഇഷ്ടം പോലെ മഴ ഞാൻ വർഷിച്ചു തരാം. അതുപോലെ തന്നെ നീ പാമ്പിനെ ഒന്നും പേടിക്കാതെ നടക്കാൻ. ഇങ്ങനെ കുറെ അനുഗ്രഹങ്ങൾ കൊടുത്തു. ഒരു കാക്ക ഇവിടെ വന്നിരിപ്പുണ്ടല്ലോ. കാക്കയോട് യമൻ പറഞ്ഞു, ഒരുപാട് എല്ലാ ജീവജാലങ്ങളും രോഗം കൊണ്ട് കഷ്ടപ്പെടും, പക്ഷെ നിന്നെ രോഗം ബാധിക്കത്തില്ല. നിനക്ക് മൃത്യു ഭയം വേണ്ട. ഇനി എൻ്റെ ലോകത്ത്, യമലോകത്ത്
വിശക്കുന്നവർക്ക് ഉം. നീ കഴിക്കുന്ന ഭൂമിയിൽ കഴിക്കുന്ന ആഹാരം അവർക്കും അവരുടെ ബന്ധുക്കൾക്കും ചോറല്ലേ? അവരുടെ ബന്ധുക്കൾക്കും അത് ഉപകരിക്കും എന്ന് പറഞ്ഞു കാക്കയോട്. ഓന്തിനോട് കുബേരനും പറഞ്ഞു കാണുമല്ലോ അനുഗ്രഹം. കുബേരൻ ഉടനെ തന്നെ പറഞ്ഞു, നിനക്ക് അപ്പോൾ ഓന്തൊരു ഭംഗിയില്ലാത്ത ജീവിയായിരുന്നു, ഇന്നു മുതൽ നിന്റെ തലയിൽ ഒരു സ്വർണ്ണ കിരീടമുണ്ട്, സ്വർണ്ണ നിറമാണ് തലയെ ഓന്തിന്റെ, അത് ഭംഗിയുള്ള വേഷത്തിൽ നിന്നെ ഇനി മുതൽ എല്ലാവരും കാണും. പിന്നെ ശേഷിച്ചത് അരയന്നമ. അരയന്ന ഇങ്ങനെ നിൽക്കുക. അരയന്നത്തിനോട് പറയും, നിനക്ക് നല്ല വെണ്ണുര പോലെ ഭംഗിയുള്ള ഈ ചന്ദ്രന്റെ രശ്മി പോലെ ഭംഗിയുള്ള നിറം വരും, പല കളറൊക്കെ തൂവെള്ള നിറം. നീ ആ തൂവെള്ള നിറത്തിൽ സംതൃപ്തിയോടെ നിനക്കിന്ന് സംതൃപ്തി ഉണ്ടാവും. നീ ആ വെള്ളത്തിലൂടെ എൻ്റെ ശരീരത്തിലൂടെ എന്ന് പറയുമ്പോൾ ഇവിടെ വെള്ളം, എൻ്റെ ശരീരത്തിലൂടെ നീ ഇങ്ങനെ എല്ലായിടത്തും സഞ്ചരിക്കും എന്ന് പറഞ്ഞ് ഇവർക്ക് എല്ലാം സന്തോഷമായി. അങ്ങനെ മരുത്തനി ജീവികൾക്കൊക്കെ അനുഗ്രഹം എല്ലാം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം എന്ത് ചെയ്ത് പോവുകയല്ലേ പിന്നെ. ടീച്ചർ, അപ്പൊ ഇങ്ങനെ പോകുമ്പോ അനാരണ്യൻ എന്ന് പറയുന്ന ഒരു രാജാവിനെ പരാജയപ്പെടുത്തിയ കഥയുണ്ട്. അത് വീണ്ടും ഇദ്ദേഹം ഇതുപോലെ രാജാക്കന്മാരെ തോപ്പിച്ചു അടിയറോ പറയിച്ചും പോവാം. അങ്ങനെ ചെല്ലുമ്പോൾ അയോധ്യാധിപതിയായ ആണ് ഈ അനാരണ്യ രാജാവ്. അവിടെയും ചെന്നു ഇതേപോലെ വെല്ലുവിളിക്കുക. അദ്ദേഹം പുച്ഛിക്കും. എന്നിട്ട് പറയും, നമുക്ക് ദ്വന്ദ്വയുദ്ധം ആകാം. എന്നിട്ട് രണ്ടുപേരും കൂടെ, ബാക്കിയുള്ളവരും ഉണ്ട്, വലിയ സേനകളും ഉണ്ട്, അവരെല്ലാം കൂടെ ദ്വന്ദ്വയുദ്ധം നടത്തുക. അങ്ങനെ യുദ്ധം നടത്തി. എന്നിട്ട് ഈ യുദ്ധത്തിൽ ഈ രാവണൻ ഇദ്ദേഹത്തിൻ്റെ മൂർധാവില് ആ വലിയ പെരുങ്കൈ കൊണ്ട് അടിക്കും, നന്നായിട്ട് അടിക്കും. ഇദ്ദേഹം രഥത്തിൽ നിന്നും ചോര വമിച്ചും താഴെ വീഴും. വല്ലാത്ത ദുഃഖത്തിൽ അവിടെ കിടക്കും. ഉടനെ പരിഹസിച്ച് ചോദിക്കും, ഇപ്പം എങ്ങനെയുണ്ട് എന്ന്. അപ്പോൾ പറയും, ഇതാണ് കാലം വരുത്തുന്നതാണ്, വിധി അലംഘനീയമാണ്, ഞാൻ പൊരുതി തോറ്റവനാണ്, എനിക്കിത് പറ്റിയത് കാലമാണിത് വരുത്തിയത്, നീ അതിനൊരു ഉപകരണമായതേ ഉള്ളൂ, പക്ഷെ നിമിത്തമായതേ ഉള്ളൂ. ഞാൻ പ്രജകളെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്, ഞാൻ ദാനം ചെയ്തിട്ടുണ്ട്, പുണ്യകർമ്മങ്ങൾ ചെയ്തു, തപസ് യജ്ഞം ഒക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ വക കാര്യങ്ങൾ ഞാൻ ചെയ്തത് ശരിയെങ്കിൽ, നന്നെങ്കിൽ, ആ പുണ്യം എനിക്കുണ്ടെങ്കിൽ, ഞാൻ ഇതാ പറയുന്നു, എൻ്റെ വംശത്തിൽ ദശരഥൻ എന്ന രാജാവ് ഉണ്ടാവും. അദ്ദേഹത്തിന്റെ മകൻ ശ്രീരാമന്റെ കൈകൊണ്ട് നീ വധിക്കപ്പെടും. അതാണ് ശാപം. അപ്പോൾ ഈ രണ്ട് ശാപം കൂടി ചേർന്ന് വന്നപ്പോ രാവണന്റെ പതനം അവിടെ തുടങ്ങുകയാണ്. മറ്റേതും അങ്ങനെ വേദവതി അങ്ങനെ തന്നെയാണല്ലോ, ഞാൻ വരും, ഇദ്ദേഹവും രാമനും വരും എന്നുള്ള ഈ ശാപവചസ്സുകൾ ഉച്ചരിച്ചിട്ട് അദ്ദേഹം സ്വർഗത്തിലേക്ക് പോയി. അപ്പോഴവിടെ ദേവദുന്ദുഭി കൊട്ടൊക്കെ വരുന്നുണ്ട്, പുഷ്പവൃഷ്ടി നടക്കുന്നു. കാരണം ഒരു മംഗളം നടക്കാൻ പോകുന്നു, മംഗളകർമ്മം എവിടെ നടന്നാലും ഇങ്ങനെ ദേവന്മാരതിനെ അനുമോദിക്കും. ആ അനുമോദനമൊക്കെ ആയി ഇദ്ദേഹം സ്വർഗത്തിൽ പോയി. രാവണൻ അവിടുന്ന് വീണ്ടും യാത്ര തുടരുകയാണ്. ഇതാണ് നമ്മള് സീതയായിട്ടും രാമനായിട്ടും ബന്ധപ്പെടുത്തി രാവണന് കിട്ടുന്ന. അപ്പോൾ ശ്രീരാമനായും സീതയുമായും ഒക്കെ രാവണന്റെ അന്ത്യത്തിന് കാരണമായത് ഈ ശാപങ്ങളൊക്കെയാണ് അതിന് കാരണമായത്. മുമ്പ് നമ്മൾ പലതവണ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ വിധി അത് എഴുതി വെക്കപ്പെട്ടിരിക്കുന്നു. ടീച്ചർ, ഇപ്പം നമ്മൾ രാവണന് കിട്ടിയ ശാപം, രാവണൻ വെല്ലുവിളിച്ച കഥകൾ, രാവണൻ പരാജയപ്പെടുത്തിയ കഥകൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത്, അല്ലേ? ശ്രീരാമനോടല്ലാതെ മറ്റാരുടെയെങ്കിലും മുന്നിൽ രാവണൻ മുൻപ് പരാജയപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. ബാലിയുടെ കഥ ഒരുവിധം എല്ലാവർക്കും അറിയാം. ബാലിയെ വെല്ലുവിളിക്കുന്നതിന് മുമ്പ് അദ്ദേഹം വേറൊരാളെ മുൻപിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അതായത് ഇദ്ദേഹം വീണ്ടും വിമാനത്തിൽ നടക്കുകയാണല്ലോ. അങ്ങനെ വന്നിട്ട് മാഹിഷ്മതി ഹേ രാജ്യത്ത് വരും. അവിടെ കർത്തവീര്യാർജുനുണ്ട്. അദ്ദേഹത്തിനെ വെല്ലുവിളിക്കും. അപ്പം മന്ത്രിമാർ പറയും, അദ്ദേഹം ഈ ഭാര്യമാരോടുകൂടി ജലക്രീഡയ്ക്ക് പോയിരിക്കുക, നാളെ കാണാം എന്ന് പറയും. നാളെ സ്വീകരിക്കാൻ വെല്ലുവിളി. എന്നിട്ട് ഇദ്ദേഹം അത് കഴിഞ്ഞ് ഇന്ത്യയിൽ ഇങ്ങനെ നടക്കുക. അത് മനോഹരമാണ് ഇത് കാണാൻ. അങ്ങനെ നർമ്മദയുടെ തീരത്തിയല്ലോ. അവിടെ ഇവരെല്ലാവരും കൂടെ കുളിക്കും. കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഈ മന്ത്രിമാരും എല്ലാം കൂടെ ചെന്ന് പൂക്കൾ വെക്കാൻ പോകും. കാരണം എന്നും പ്രഭാതത്തില് ഇദ്ദേഹം ശിവപൂജ നടത്താതെ ഒന്നും ചെയ്യത്തില്ല ഈ രാവണൻ. അപ്പോൾ ഒരു ശിവലിംഗം അദ്ദേഹം കയ്യിൽ എപ്പോഴും കൊണ്ടു നടക്കും. എന്നിട്ട് ഈ ശിവലിംഗം ഉറപ്പിച്ചു വെച്ചു. അത് കഴിഞ്ഞിട്ട് ഈ പൂക്കളെല്ലാം കൊണ്ട് കൂന കൂട്ടി പൂക്കളായി. എന്നിട്ട് ഇദ്ദേഹം പൂജ ചെയ്യാൻ അങ്ങോട്ട് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ പകുതി ആയതേ ഉള്ളൂ പൂജ. ഈ ശിവലിംഗവും പൂക്കളും എല്ലാം വെള്ളത്തിൽ മുങ്ങി.
പൂജ മുടങ്ങി. ഉം. പെട്ടെന്നൊരു വെള്ളപ്പൊക്കം. ഉം. ഇദ്ദേഹം വിചാരിച്ചിട്ട് എന്ത് പറ്റി, ഉം. ഒരു മൗനമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഉം. എന്നിട്ട് സാരണനോടോ മറ്റോ പറഞ്ഞ് പോയി ഇങ്ങനെ കൈ കാണിച്ച് പോയി നോക്കാൻ. നോക്കാം എന്താണ്. ഇവർ താഴോട്ട് ചെന്നൊരു അരക്കാതം ചെന്ന് കഴിഞ്ഞു. ഇപ്പം എന്താ ഈ കൈകൾ വെച്ച് കൈകൾ രണ്ട് സ്ഥലത്തും 1000 കൈകളാണ് നാരദൻ കൊടുത്ത ഒരു വരമാണ്. ഈ 1000 കൈകൾ രണ്ട് സ്ഥലത്തോട്ടും വെച്ച് വെള്ളം ചിറകിട്ടിട്ട് കാർത്തവീരാർജുനൻ ഈ സ്ത്രീകളുമായിട്ട് കളിച്ച് കുളിച്ച് രമിച്ച് മതിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം ഇതാണ് കാര്യം എന്ന് പറയും. ഇവരെ ചെല്ലും. അദ്ദേഹം ഇവരെ പോകുന്ന മന്ത്രിമാരാ ചെല്ലുന്നത്. അവരോട് പറയും എൻ്റെ രാവണൻ അദ്ദേഹവുമായിട്ട് യുദ്ധം ചെയ്യണം. അപ്പൊ പരിഹസിച്ച് പറയും അദ്ദേഹം ജലക്രീഡ നടത്തുകയാണ്, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് വാ, ഇനി അത്യാവശ്യമാണെങ്കിൽ ഞങ്ങളെ ഒന്ന് തോപ്പിക്കുക, അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകും. നല്ല ധൈര്യം അവർക്ക്, തോപ്പിക്കത്തില്ല എന്ന് വിചാരിച്ചാണ് ഈ പറയുന്നത്. ആ സമയത്ത് ഈ മന്ത്രിമാര് അവരുമായിട്ട് യുദ്ധം ചെയ്യും. ഈ കാർത്തവീരാർജുനന്റെ മന്ത്രിമാരെ എല്ലാം ഇവര് കൊല്ലും. അപ്പൊ വിഷം തിരിക്കാതെ തലേന്ന് മുതൽ ഇങ്ങനെ നടക്കുകയില്ല. കൊന്നവരെല്ലാം ഇവരങ്ങ് തിന്നു ബാക്കി വെക്കാതെ തെളിവ് നശിപ്പിച്ച് തിന്നും. അത് കഴിഞ്ഞ് ബഹളം കേൾക്കും. ഉടനെ ഇദ്ദേഹം കാണും, ഇദ്ദേഹം ഇത് അറിയും. കാർത്തവീരാർജുന സ്ത്രീകളോട് പറയും ഭയപ്പെടണ്ട എന്ന് പറഞ്ഞിട്ട് കയറി വരും. രാവണനും വരും. രണ്ടുപേരും കൂടെ നല്ല യുദ്ധമാകും. ആ യുദ്ധത്തിന്റെ അവസാനം ഗത കൊണ്ട് രാവണന്റെ നെഞ്ചത്തൊരാഞ്ഞൊരടി അടിക്കും. പക്ഷെ ഈ ഗത രണ്ടായിട്ട് മുറിഞ്ഞു പോകും. അത്ര ശക്തനാണ്. പക്ഷെ ഇദ്ദേഹം ഇതിന്റെ ആഘാതത്താൽ പിന്നോട്ടൊരു വിൽപ്പാട് അകലെയോട്ട് തെറിച്ചു വീണ് ഇങ്ങനെ വിറച്ച് തെറിച്ചു വീണിങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹം 1000 കൈകൾ കൊണ്ട് അങ്ങ് പൊതിയും, അങ്ങ് പിടിക്കും, അങ്ങ് ബന്ധനത്തിലാക്കും. എന്നിട്ട് ചങ്ങല കയറും ഒക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ അങ്ങ് കെട്ടും. കെട്ടിയിട്ട് ഇദ്ദേഹം ഇയാളെയും കൊണ്ട് അങ്ങ് പോവുകയാണ്. അവിടെയാണ് ആദ്യത്തെ പരാജയം ഉണ്ടാകുന്നത്. വീട്ടിൽ കൊണ്ടുവന്ന് തുറുങ്കിലാക്കും. ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ അപ്പൂപ്പനാണല്ലോ പുലസ്ത്യൻ ഈ വിവരം അവിടെ ഇരുന്ന ആളുകൾ പറയുന്നു, വായുവിനെ പിടിച്ചടക്കാം, പക്ഷെ രാവണനെ അടക്കിയത് ബന്ധനത്തിലാക്കി കാർത്തവീരാർജുനൻ, അത് ഭയങ്കരമായി പോയി. പുലസ്ത്യൻ ഇത് കേക്ക് അദ്ദേഹം പെട്ടെന്ന് ഞെട്ടി. കാരണം ഇത് പറയുന്നത് അതെ തന്റെ ചെറുമകനെ കുറിച്ച്. ഉടനെ തന്നെ അദ്ദേഹം കാർത്തവീരാർജുനന്റെ അടുത്തേക്ക് യാത്രയായി. ദൂരെ നിറഞ്ഞു. അല്ല തേജസ്സല്ലേ, പുലസ്ത്യന് തേജസ്സോടുകൂടി ഇങ്ങനെ നീണ്ട ചൂടുമായിട്ട് ഇങ്ങനെ വരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ സ്വീകരിക്കാനായിട്ട് കാർത്തവീരാർജുനൻ തന്നെ കൈ തലയിൽ വെച്ച് തൊഴുതുകൊണ്ടാണ് ചെല്ലുന്നത്. എന്നിട്ട് അർഘ്യവാദ്യം ഇതെല്ലാം ചെയ്ത് അദ്ദേഹത്തിനെ കൊണ്ടിരുത്തി. എന്നിട്ട് പറഞ്ഞു, അങ്ങ് എന്തിനാണ് വന്നത്? ഞാൻ അറിഞ്ഞു, കാറ്റിനെയും കടലിനെയും വരുതിയിലാക്കിയ എൻ്റെ കൊച്ചുമോനെ നീ വരുതിയിലാക്കിയിരിക്കുകയാണല്ലോ, അവനെ എൻ്റെ കൂടെ വിടണം, അവനെ വിട്ടയക്കണം എന്ന് പറയും. ഒരു പരാതിയും പറയാതെ അപ്പം തന്നെ വിട്ടയച്ചു, ഇറക്കിക്കൊണ്ടുവന്നു. ആണിച്ച് നിൽക്കുകയാണ് രാവണൻ. ഇതുപോലെ ഒരു അബദ്ധം ഉണ്ടായിട്ടില്ല. എന്നിട്ട് അദ്ദേഹത്തിനെ പെട്ടെന്ന് കുളിക്കാനുള്ള ഏർപ്പാടാക്കി. നല്ല ആഭരണങ്ങൾ, ആരുടെ മുന്നിലും പരാജയപ്പെട്ടിട്ടില്ലാത്ത ഒരാളാണ്. വലിയൊരു നാണക്കേട്. എന്നിട്ട് ഇദ്ദേഹം പെട്ടെന്ന് വസ്ത്രാഭരണങ്ങളെല്ലാം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു സന്ധി ചെയ്യിക്കും. പരസ്പരം ഇനി പൊരുതാൻ നിൽക്കത്തില്ല എന്നൊരു സന്ധി ചെയ്യിച്ച് അവർ തമ്മിൽ, അതാ പറഞ്ഞു, തോറ്റ് ആരെങ്കിലും തോപ്പിച്ചാൽ അവരുമായിട്ട് അങ്ങ് സന്ധിയാകും. അതേപോലെ തന്നെയാണ് ഭാര്യയുടെ അവിടെ ചെന്നു ഭാര്യയെ വിളിക്കും. അപ്പം അവർ പറയും 4 സമുദ്രങ്ങളിൽ അദ്ദേഹം സന്ധ്യാവന്ദനത്തിന് പോയിരിക്കുകയാണ്. ഒരർത്ഥപ്രഹരം മാത്രം നിൽക്കുക. ഇനി അഥവാ അതിനു മുമ്പ് തന്നെ നിനക്കങ്ങ് പരലോകത്ത് പോണേൽ അവിടോട്ട് ചെല്ലും. പശ്ചിമതിരുത്തിരിപ്പുണ്ട്, ചെല്ലും. അവിടെ ചെല്ലുന്നത് ഇദ്ദേഹം അറിയും, ഭാര്യ അറിയും. അപ്പൊ ചെന്ന് വാലയെ പിടിക്കും, വാലിട്ട് ചുറ്റും, അനങ്ങുന്നില്ല. അവിടുന്ന് 3 സമുദ്രവും ചാടി തിരിച്ച് വന്ന് ഭക്ഷണവും കഴിച്ച് കുളിയും കഴിച്ച് ഭക്ഷണവും കഴിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ വാലയെ പിടിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്ന അതിഗംഭീരമായ ഒരു ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. അപ്പം അതും ഇതുപോലെ തന്നെയാണ്. അവരുമായിട്ട് യോജിപ്പാകും. ഏതാണ്ട് 1 മാസം അവിടെ താമസിച്ചിട്ടാണ് ഭാര്യയുടെ അടുത്തു നിന്ന് രാവണൻ പോകുന്നത്. ഇനിയും പരസ്പരം സഹവർത്തിത്വത്തോടെ കഴിയാമെന്ന് എന്നുള്ള ഒരു ഇതില്ല. ടീച്ചർ, ഈ രാവണൻ വലിയ പ്രതാപശാലി, വലിയ ബലവാനാണല്ലേ? അപ്പൊ ഇതിൽ നിന്നൊരു പാഠം എനിക്ക് തോന്നുന്നത്, ഏതൊരു ബലവാനും വിചാരിക്കണം തന്നേക്കാൾ കൂടുതൽ ബലമുള്ള ഏതോ ഒരുത്തനുണ്ട് എന്ന് വിചാരിക്കണം, അല്ലേ ടീച്ചറെ? അതുകൊണ്ട് അവരെ അപമാനിക്കാതെ സ്വന്തം ശ്രേയസ്സിന് വേണ്ടി ജീവിക്കുന്നത്
എല്ലാവർക്കും നല്ലതായിരിക്കും. അങ്ങനെ ഒരുപാട് സത്യ മോള് പറഞ്ഞത്, അങ്ങനെ ഒരു ഗുണപാഠം ഇതിനകത്തുണ്ട്. അടുത്ത കഥയുമായി വീണ്ടും നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം.